ശ്രോതാക്കളെന്ന നിലയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അതിൻ്റെ അന്തസ്സിനെ കുറിച്ചുള്ള ഉന്നതമായ ഒരു ബോധം തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ സമയത്ത് ഉണ്ടാകേണ്ടതാണ്. ഇസ്ലാമിൽ ശരിക്ക് പഠിച്ച ഒരാൾക്ക് ലോകത്ത് ഏതൊരു ദർശനത്തിന്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. നമ്മുടെ രാജ്യം ഇന്ത്യ ഒരുപാട് ദർശനങ്ങൾക്ക് അഭയം നൽകി പോന്നിട്ടുള്ള സംഗമസ്ഥാനമാണ്. ലോക ദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ചിട്ടുള്ള ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മതത്തിന് അതിൻ്റെ ദർശനങ്ങളുണ്ട്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ശ്രുതികൾ, അങ്ങനെ വേദ സംഹിതകൾ. ക്രൈസ്തവ ലോകം ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും പ്രമാണമായി സ്വീകരിക്കും. തെൽമൂദും സെന്നവസും വേദങ്ങളായി ലോകത്ത് നിലനിൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാ വേദങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട്, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, സകല വേദങ്ങളുടെയും ഉള്ളടക്കത്തെ ലോകം അവസാനിക്കുന്നതുവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനാൽ അവതരിപ്പിക്കപ്പെട്ട ഒടുവിലത്തെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ആശയപ്രപഞ്ചം അത്യത്ഭുതകരമാണ്. അതിൻ്റെ ആശയപ്രപഞ്ചം എന്നുള്ളത് വളരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആധുനിക ശാസ്ത്ര കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ മുമ്പിൽ ബൈബിളിലെ എല്ലാ വാചകങ്ങളും വായിച്ചു കേട്ടാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യവും അത്ഭുതവും തോന്നാൻ സാധ്യതയില്ല. മറിച്ച് ബൈബിളിൽ ശാസ്ത്രവിരുദ്ധമായ ഒരുപാട് പരാമർശങ്ങൾ അവന് കണ്ടെത്തേണ്ടി വരും. ഒരു അച്ഛനും അമ്മക്കും മക്കൾക്കും ഒന്നിച്ചിരുന്ന് വായിക്കാൻ പറ്റാത്ത വളരെ വൃത്തികെട്ട, അങ്ങേയറ്റം സെക്സ് കലർന്നു നിൽക്കുന്ന പരാമർശങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വീട്ടിലെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി, ആവേശം ഉണ്ടാക്കാൻ വേണ്ടി, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ബൈബിൾ എല്ലാവർക്കും ഒരേ സമയത്തിരുന്ന് വായിക്കാൻ കഴിയില്ല. ബൈബിളിലെ ഐസക്കിയൽ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വായിച്ച വരികൾ പിന്നീട് അതിൻ്റെ അപ്പുറത്ത് വായിക്കാൻ മാനാഭിമാനമുള്ള, സംസ്കാരമുള്ള ഒരച്ഛനും സാധിക്കാത്ത അവസ്ഥ സംജാതമാകും. ഇത് ബൈബിളിന്റെ തകരാറാണോ? അതല്ല മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായപ്പോൾ സംഭവിച്ചിട്ടുള്ള അപാകതയാണോ? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 179-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിയൈദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كسبت أيديهم وويل لهم مما يكسبون. സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് ثم يقولون هذا من عند الله, ഇത് അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു എന്ന് പറയുകയും ചെയ്തവർക്ക് വമ്പിച്ച നാശം. അവരുടെ കൈകൾ വേദഗ്രന്ഥങ്ങളിൽ വൈകൃതങ്ങൾ വരുത്തി മാനവ സമൂഹത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ട വേദങ്ങളിൽ മാനവ സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതും അപമാനവീകരണത്തിന് ആക്കം കൂട്ടുന്നതുമായ വർത്തമാനങ്ങൾ വേദങ്ങളിൽ മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാൽ കടന്നുകൂടി. എന്നാൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ ഏത് വാചകവും മാനവ സമൂഹത്തിന്റെ മുമ്പാകെ വായിച്ചു കേൾപ്പിക്കുന്നതിന് യാതൊരു ഭയപ്പാടിന്റെയും കാര്യമില്ല. ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിൽ 5 മക്കൾക്ക് ഇരുന്ന് ഒന്നിച്ച് വായിക്കാൻ പറ്റാത്ത ഒരു വാചകം പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. ഇത് കേവലമായ ഒരു അവകാശവാദമല്ല, മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഹിന്ദു മതമുണ്ട്. ആ ഹിന്ദു മതത്തിന്റെ ദർശനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതും എന്നാൽ ഇന്ന് അംഗീകരിക്കപ്പെടാത്തതും മാനവ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതും മനുഷ്യ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതുമായ അനവധി കാര്യങ്ങളെ നമ്മൾക്ക് കണ്ടുമുട്ടേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കൂ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ
ഹിന്ദു സമൂഹത്തിന്റെ ടോട്ടലി അവരെ മൊത്തമായി നിയന്ത്രിക്കുന്ന, ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന എന്തൊക്കെ ആശയങ്ങൾ അതിലുണ്ട്, എന്തൊക്കെ ആശയങ്ങൾ അതിലില്ല, നാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഒരു വേദഗ്രന്ഥം സമ്പൂർണമായി തീരുക എപ്പോഴാണ്? ഒരു വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ പ്രായോഗികമാണ് എന്ന് ഏറ്റവും പ്രധാനമായി തെളിയുക ആ മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ, കൗടംബിക, സാമ്പത്തിക, ദാമ്പത്തിക മേഖലകളിലെല്ലാം ആപാദചൂടം ചൂഴ്ന്നു നിൽക്കുകയും എല്ലാ മേഖലയിലും ഒരു മനുഷ്യനെ നയിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ദർശനം ജീവൽഗന്ധിയായ ദർശനമായി തീരുക. എങ്ങനെ നടന്നു പോകണം? വേദങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ ഒഴികെ ലോകത്ത് ഒരു വേദവും മനുഷ്യൻ എങ്ങനെ നടന്നു പോകണം, ഭൂമിയിലൂടെ എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ നടക്കണം, നടത്തത്തിന്റെ രീതിശാസ്ത്രം എന്തായിരിക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരേ ഒരു ദൈവിക ഗ്രന്ഥം. 4 സ്ഥലങ്ങളിലാണ് ഖുർആൻ ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ 26 മുതൽ 32 വരെയുള്ള വചനങ്ങൾ, 39-40 വരെയുള്ള വചനങ്ങൾ ദൈർഘ്യമേറി മനുഷ്യ ജീവിതത്തിൽ ഖുർആൻ ഇടപെടുകയാണ്. അനാഥകളെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, സമ്പത്ത് ആർക്ക് ചെലവഴിക്കണം എന്നതിനെക്കുറിച്ച്, എവിടം കൊണ്ട് ആരംഭിക്കണം എന്നതിനെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുള്ള അടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച്, ദാരിദ്ര്യം നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ഘടകമാണോ, മനുഷ്യന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, മാർത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ, മനുഷ്യനെ ഭയപ്പെടുത്തുകയും മനുഷ്യനെ പേടിപ്പെടുത്തി അവന്റെ സന്താന നിയന്ത്രണത്തിന് കാരണമായ മാർത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ഭയപ്പാട് വേണ്ട എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ കപ്പാസിറ്റി, ഈ ഭൂമിയുടെ ഉൽപാദന കപ്പാസിറ്റി എത്രയാണ് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്. മനുഷ്യരും ജീവജാലങ്ങളും, നോക്കൂ, മനുഷ്യരെ പറ്റി മാത്രമാണ് നമ്മൾ ഗഹനമായി ചിന്തിച്ചിട്ടുള്ളത്. നമ്മുടെ കണ്ണിന് കാണാനാവാത്ത ജീവികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ 14 മുമ്പ് സൂറത്ത് ഹൂദ് 11-ാം അധ്യായം 6-ാമത്തെ വചനം, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമുഖത്ത് ഒരു ജീവവർഗവും, ഖുർആനിന്റെ പ്രയോഗം അതാണ്, ഒരു ജീവവർഗവും ആനയാവട്ടെ പശുവാവട്ടെ ഏകകോശ ജീവിയായ നീലത്തിമിംഗലം മുതൽ ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള അതിനിടയിലെ ചെറുതും വലുതും സങ്കീർണവും ഘടനാവൈഭവമുള്ളതും ഉജ്ജ്വലവും ഭക്ഷണം കൂടുതൽ ആവശ്യമുള്ളതും ഇത്തിരി ആവശ്യമുള്ളതുമായ സകല ജീവജാലങ്ങൾക്കും ദൈവം ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി? ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയതല്ല. പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ വിന്യസിച്ചു വെച്ചതാണ്. പട്ടിണി കിടന്ന് ജന്തുലോകം ചത്തുപോകുന്നില്ല. ഒരു ജന്തുലോകം മൊത്തത്തിൽ ദാരിദ്ര്യത്തിലായി പോകുന്നില്ല. എല്ലാ ജീവവർഗങ്ങൾക്കും വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പടച്ച തമ്പുരാൻ ബാധ്യതയേറ്റിട്ടല്ലാതെ, വല്ലാത്ത വാക്ക്, പടച്ച തമ്പുരാൻ ബാധ്യതയേറ്റിട്ടല്ലാതെ ഒരു ജീവവർഗവും വായകേറിയ ആമാശയമുള്ള ഭക്ഷണം ആവശ്യമുള്ള ദഹനേന്ദ്രിയ പ്രക്രിയക്ക് വിധേയമാകുന്ന ഒരു ജീവവർഗത്തെയും ഈ പ്രപഞ്ചത്തിൽ ഭക്ഷണമില്ലാതെ ദൈവം വിട്ടിട്ടില്ല. കോടാനുകോടി അനന്തവിസ്തൃതമായ മഹാപ്രപഞ്ചത്തിന്റെ ഏതേത് ദിക്കുകളിലും ജീവിക്കുന്ന അനവധി ജീവവർഗങ്ങളുടെ ഉപജീവനത്തെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന മഹാപ്രപഞ്ചത്തിന്റെ മഹാശക്തി സിദ്ധിയായ പടച്ച തമ്പുരാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരോട് പറയുന്നു, എത്ര ജനാധിക്യമുണ്ടായാലും ഭയപ്പെടേണ്ട. ഇപ്പോൾ ആധുനിക സയൻസ് പറയുന്നത് കൂടുതൽ പ്രസവിക്കുന്നവരുണ്ടാകണം എന്നതാണ്. ജർമ്മനിയിൽ, റഷ്യയിൽ എല്ലാം കൂടുതൽ ജനസംഖ്യ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു. വിശിഷ്യ ബരാക് ഒബാമയുടെ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയുടെ മാനവ വിഭവശേഷിയെ അമേരിക്ക ഭയപ്പെടുന്നു. ഹ്യൂമൻ റിസോഴ്സ് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പാടുള്ള കാര്യമാണ്. ചൈനയേക്കാൾ ഇന്ത്യയിലെ മനുഷ്യരുടെ ബുദ്ധി ഏറെ വികാസം പ്രാപിച്ചതും
ശ്രദ്ധേയവും അധികാര സ്ഥിരകളെ വിജൃംഭിപ്പിക്കുന്നതുമായ ഇന്ത്യൻ ബ്രെയിനിനെ അമേരിക്ക ഭയപ്പെട്ടു, ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രത്തിലൂടെ അവർ ലോകത്ത് ഇന്ത്യയുടെ ജനസമൂഹത്തിനിടയിൽ, മതസമൂഹങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി കടന്നു വന്നു. ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ ഈ ഭിന്നതയുടെ വിത്തുകൾ അവർ പാകിക്കൊണ്ടിരുന്നു. ഇന്ത്യയുടെ വാണിജ്യ നഗരമായ ബോംബെയിൽ താജ് ഇന്റർനാഷണൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ താമസിക്കുമ്പോഴും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും അവിടെ ഇട്ട ബോംബിനെ കുറിച്ച് ബരാക് ഒബാമ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരുന്നു. അമേരിക്കൻ മുൻകാല പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മാസ്റ്റർ ബ്രെയിനുകളുടെയും ഫലമായി ഇന്ത്യ എന്ന മൂന്നാംകിട രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച ആയുധ ശേഖരണങ്ങളെ മൂന്നാംകിട രാജ്യമായ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയും അമേരിക്ക പ്ലാൻ ചെയ്ത ഒന്നാം തരം ഒരു ഓപ്പറേഷൻ ആയിരുന്നു താജ് ഇന്റർനാഷണൽ അക്രമം, കൊണാട്ട് പ്ലേസ് അക്രമം. ബുദ്ധിയുള്ള, ചിന്തയുള്ള, ലോകത്തിന്റെ സ്പന്ദനം തിരിച്ചറിയുന്ന, ലോകത്തെവിടെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഭീകരവാദത്തിന്റെ പേരിൽ അരങ്ങു തകർക്കുന്നുണ്ടോ അതിൽ അമേരിക്കക്കൊരു പങ്കുണ്ട് എന്ന വസ്തുത നാം തിരിച്ചറിയുമ്പോൾ ഞാൻ ഇത് പറയുന്നത്, ജനാധിക്യം വർദ്ധിക്കുന്നു എന്നത് കുറെ ബുദ്ധിയുള്ള, നല്ല ബുദ്ധിയുള്ള ഒരച്ഛന് ഒരുപാട് ബുദ്ധിയുള്ള 5-6 കുട്ടികൾ ഉണ്ടാകുന്നു എന്നത് ലോകത്തിന് നന്മയാണ്. കുട്ടികൾ വർദ്ധിക്കുന്നു എന്നത് ലോകം കണ്ട പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളവർ ഒരച്ഛന്റെ 1ാമത്തെ മകനല്ല, 1-2 മക്കളിൽ ഒരാളല്ല. ലോകത്ത് ഫേമസ് ആയ പലരും ഒരച്ഛന്റെയും അമ്മയുടെയും 1-2 മക്കളിൽ ഒരാളല്ല. ബഹുമാന്യനായ നിഷോ ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ സാഹിബ് 8 മക്കളിൽ 8ാമത്തവനാണ്. 2 കുട്ടികളിൽ ആ മാതാപിതാക്കൾ ആ പരമ്പര അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ നിഷോ ട്രൂത്തിന് MM അക്ബർ എന്ന ഡയറക്ടർ ഇല്ല ലോകത്ത്. അപ്പൊ ജനസംഖ്യ വർദ്ധിക്കുക എന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ വളരെ പ്രബലമായ ഒന്നാണ്. അത് ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടു. അവിടെ വിശുദ്ധ ഖുർആൻ വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, മാൽത്തൂഷ്യൻ തിയറി പഠിക്കുമ്പോൾ ആ അറിവ് സമാധാനം നൽകുകയില്ല. മറിച്ച് ഖുർആനിലെ ഈ വചനം, ലോകത്ത് എനിക്ക് എത്ര മക്കളുണ്ടെങ്കിലും അള്ളാഹു റിസ്ക് നൽകും. മാത്രവുമല്ല, എന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും 8 മക്കളിൽ 8ാമനാണ് ഞാൻ, എനിക്ക് 2-ൽ കൂടുതൽ മക്കളുണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും? അങ്ങനെ എന്റെ ബാപ്പ വിചാരിച്ചിരുന്നുവെങ്കിൽ 8ാമത്തെ മകനായി ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇസ്ലാം ഉജ്ജ്വലമായ ഒരു ദർശനം, സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൂടെ ചില കാര്യങ്ങൾ, ബ്രഹ്മചര്യമാണ് മാനവ മോക്ഷത്തിന് നിദാനമായി വർത്തിക്കുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി. അതായത് മനുഷ്യന് മോക്ഷം ലഭിക്കണം, അതിന് വിവാഹം പാടില്ല, സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. അത് എന്തിനെതിരാണ്? സന്യാസത്തിനെതിരാണ്, മാനവ മോക്ഷത്തിന്റെ സങ്കല്പത്തിനെതിരാണ്. അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും വിചാരിക്കുകയും വിവാഹിതനാകാതെ പോവുകയും ചെയ്ത ആളാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദൻ എന്ന ഉജ്ജ്വലനായ പണ്ഡിതൻ. വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് പങ്കെടുത്ത് അമേരിക്കക്കാരനെ മതദർശനങ്ങളുടെ അകക്കാമ്പുകളും ഇന്ത്യയുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും പഠിപ്പിച്ച മഹാബുദ്ധിജീവിയായ വിവേകാനന്ദനിലൂടെ ആ സീനിൽ 5 കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി അവർ വളരുമായിരുന്നു. പക്ഷേ ഈ സിദ്ധാന്തം സ്വീകരിച്ചപ്പോ 2 ചോദ്യങ്ങളാണ് നമുക്കിവിടെയുള്ളത്. ഒന്ന്, ബ്രഹ്മചര്യമാണ് മോക്ഷത്തിനുള്ള മാർഗം എന്ന് പ്രസംഗിക്കാൻ, എന്ന് എഴുതാൻ സ്വാമി വിവേകാനന്ദൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ബ്രഹ്മചര്യം ആചരിക്കാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ബ്രഹ്മചര്യം ആചരിച്ചിരുന്നുവെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഇല്ല. ഇനി കന്യാമറിയം, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ച കന്യാസ്ത്രീകൾ, മദർ തെരേസ അതിൽപ്പെട്ടതാണ്. മദർ തെരേസയുടെ അമ്മയും അച്ഛനും വിവാഹം കഴിക്കരുത് എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ മദർ തെരേസ ഉണ്ടാകുമായിരുന്നില്ല. മദർ തെരേസ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജീവകാരുണ്യത്തിന്റെ പ്രതീകമായ മദർ തെരേസ ഉണ്ടായത് അവരാചരിച്ച ആചാരം, അവരുടുത്ത ഉടുപ്പ്, അവർ വിശ്വസിച്ച വിശ്വാസം, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ എന്ന അവരുടെ ആഗ്രഹം അവരുടെ അമ്മക്കുണ്ടായിരുന്നെങ്കിൽ മദർ തെരേസ ലോകത്ത് ഫേമസ് ആകുമായിരുന്നില്ല. അവിടെ ഇസ്ലാം ഒന്നുകൂടെ ആലോചിക്കണം. ക്രിസ്ത്യാനികൾ പറയുന്നു കന്യകയായാൽ വിവാഹം കഴിക്കാതെ സ്വർഗത്തിൽ ദൈവത്തിന്റെ മണവാട്ടിയാകുന്നത് മോക്ഷസങ്കല്പ